നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അല്പസമയം മുമ്പ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം UAE-യിലേക്കുള്ള യാത്രാ മധ്യേയാണ്. അബുദാബി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ എയർ ഇന്ത്യ 1 വിമാനം ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വിമാനത്തിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ക്യാമറ കണ്ണുകൾ പോകുന്നു. അതിൽ മറ്റൊരു യുദ്ധവിമാനം നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അതായത് UAE എയർഫോഴ്സിൻ്റെ F-16 യുദ്ധവിമാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എല്ലാവിധ ആദരവും അർപ്പിച്ചുകൊണ്ട് UAE വായുസേനയുടെ പ്രത്യേക വിമാനം, യുദ്ധവിമാനം ഇദ്ദേഹത്തിന് അകമ്പടി സേവിക്കുകയാണ്. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ വിമാനത്തോടൊപ്പം തന്നെ ഈ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ പിന്തുടരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്ര നേതാക്കന്മാർക്ക് വിവിധ രാജ്യങ്ങൾ നൽകി വരുന്ന ബഹുമാന സൂചകമായ അല്ലെങ്കിൽ ആദര സൂചകമായ വരവേൽപ്പിൻ്റെ ഒരു ചിഹ്നമാണത്. അതായത് വലിയ വലിയ രാഷ്ട്ര തലവന്മാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ വ്യോമസേന ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളെ അയച്ചുകൊണ്ട് ഈ പ്രത്യേക VVIP വിമാനത്തെ പിന്തുടർന്നുകൊണ്ട് അവർക്ക് ആദരവ് നൽകുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ആദരവ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് UAE-യിൽ ലഭിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അല്പസമയം മുമ്പ് പങ്കുവച്ചത്. താൻ UAE-യിൽ എത്തിയിരിക്കുകയാണെന്നും അവിടെ വളരെ ഔപചാരികമായ ഒരു പ്രൗഢഗംഭീരമായ സ്വീകരണം തനിക്ക് ലഭിച്ചുവെന്നും F-16 യുദ്ധവിമാനങ്ങൾ തൻ്റെ വിമാനത്തിന് അകമ്പടി സേവിച്ചുവെന്നുമാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. അത്രയും തന്ത്രപ്രധാനമായ ഒരു വിദേശ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. 5 ദിവസത്തെ സന്ദർശനം, 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വിദേശ സന്ദർശന പരിപാടിക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത്. അദ്ദേഹം ഈ മാസം 15 മുതൽ, അതായത് ഇന്നു മുതൽ 20-ാം തീയതി വരെ വിദേശ സന്ദർശനത്തിലായിരിക്കും. ആദ്യം സന്ദർശിക്കുന്ന രാജ്യം UAE ആണ്. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. യൂറോപ്യൻ ഗൾഫ് മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന് നിസ്സംശയം പറയാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദർശനം നടക്കുന്നത് UAE-യിലേക്കാണ്. വ്യാപാരവും ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട കരാറുകൾക്കായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ ഒപ്പുവയ്ക്കുക. UAE പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച നിർണായകമാണ്. 2 രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായ വ്യാപാര ബന്ധം പുതുക്കുക മാത്രമല്ല, ഈ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സഹകരണം 2 രാജ്യങ്ങളും തമ്മിൽ ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് പിന്നിൽ. പശ്ചിമേഷ്യ ഇപ്പോൾ സംഘർഷഭരിതമാണ്. അമേരിക്കയും ഇസ്രായേലും ഇനിയും ഏതു നിമിഷവും ഇറാനുമേൽ ആക്രമണം തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങളെ ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPG വിതരണവുമെല്ലാം ഗൾഫ് മേഖലയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വല്ലപ്പോഴും ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ UAE-യുമായിട്ടുള്ള കരാർ തന്ത്രപ്രധാനമാണ്. ഹോർമോസ് കടലിടുക്കിനെ അവഗണിച്ചുകൊണ്ട് ഹോർമോസ് കടലിടുക്കിനപ്പുറത്തേക്ക് ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാലും എണ്ണ എത്തിക്കാൻ കഴിയുന്ന ഏക ഗൾഫ് രാജ്യം UAE ആണ്. കാരണം അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങളിൽ നിന്നും നേരെ പുറം കടലിലേക്ക് ഹോർമോസ് കടലിടുക്കിൻ്റെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏതാണ്ട് 360 കിലോമീറ്റർ നീളം വരുന്ന അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. അത് ഇപ്പോഴും ഇന്ത്യ ഉപയോഗിച്ചു വരികയാണ്. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൈപ്പ് ലൈനിലൂടെയുള്ള എണ്ണ വിതരണത്തിൽ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യ പങ്കാളിയാണ്. പക്ഷേ ഇപ്പോൾ എണ്ണയുടെ ആവശ്യകത, ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ പൈപ്പ് ലൈനിനെ ആശ്രയിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതായത് ഈ പൈപ്പ് ലൈനിലൂടെയുള്ള എണ്ണ വിതരണം ദിനംപ്രതി 1.5 മില്യൺ ബാരൽ മാത്രമാണ്. അതായത് ഇതൊരു 1.8 മില്യൺ ബാരൽ വരെ നീട്ടാമെന്നേ കഴിയൂ. അതേസമയം ഹോർമോസ് കടലിടുക്കിലൂടെ നീങ്ങുന്നത് ഏതാണ്ട് 20 മില്യൺ ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് ലൈനിന് പരിമിതികളുണ്ട്. രണ്ടാമതൊരു പൈപ്പ് ലൈൻ കൂടി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UAE. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് ലൈൻ ഭാവിയിൽ കൂടുതലായി ഉപയോഗിക്കാനുള്ള കരാറുകളായിരിക്കും ഇരു രാജ്യങ്ങളും ഒപ്പിടുക എന്ന സൂചനയുണ്ട്. UAE സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. നെതർലാൻഡ്സിലും സ്വീഡനിലും നോർവേയിലും ഇറ്റലിയിലും
ഇറ്റലിയിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം നിർണായകമാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവെച്ചത്. അതായത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലാണ് ഇങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതി രംഗത്തിന് ഈ സ്വതന്ത്ര വ്യാപാര കരാർ കൂടുതൽ എങ്ങനെ ഗുണപ്രദമാക്കാം എന്നിങ്ങനെയുള്ള ചർച്ചകളായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളുമായി നരേന്ദ്രമോദി നടത്തുക. ഇരു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി മുൻഗണന നൽകുക. എന്തായാലും തന്ത്രപ്രധാനമായ വിദേശ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇന്നു മുതൽ 20-ാം തീയതി വരെയാണ് 5 രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം.